ഈ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും ഒരു കാലത്തോട് ചേർത്ത് വെച്ച് കാണാൻ തോന്നുന്നത് ഒരുപക്ഷെ വിമോചന സമരാനന്തര കാലത്തുണ്ടായ അല്ലെങ്കിൽ വിമോചന സമരത്തിന് ശേഷം ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പിൽ വന്ന ഒരു ഐക്യപ്പെടലുണ്ടല്ലോ, ആ മട്ടിലുള്ള ഒരു ഐക്യപ്പെടൽ ഒരുപക്ഷെ അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിലായിരിക്കും ഏതാണ്ട് അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു ഇപ്പം മുസ്ലിം വർഗീയത മാത്രം അല്ലെങ്കിൽ മുസ്ലിം സാമുദായിക ശക്തി ആ മട്ടിൽ UDF-നൊപ്പം നിന്നതുകൊണ്ട് മാത്രം എന്നൊന്നും വിലയിരുത്തി പോകുന്നതിനകത്ത് ഒരർത്ഥവും ഇല്ല. കാരണം എല്ലാ സാമുദായിക വിഭാഗങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഐക്യപ്പെട്ടു UDF-നോട് എന്നുള്ളതാണ് വാസ്തവം. അതോടൊപ്പം വലിയ അളവിൽ CPIM-ൻ്റെ പ്രവർത്തകരും അണികളും അനുഭാവികളുമായിട്ടുള്ളവർ പോലും UDF-നോട് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യപ്പെട്ടു എന്നുള്ളത് തെളിവ് സഹിതം നമുക്ക് മുന്നിലുള്ള വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ ഒരു രാഷ്ട്രീയ അവധാനത ഇത്തരം വിഷയങ്ങൾക്ക് പ്രത്യേകിച്ച് ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ സ്വീകരിക്കേണ്ടതിന് പകരം ഈ സനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുകയാണ് KK രാഗേഷ് ചെയ്തത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിലേറ്റവും പ്രശ്നം എന്താണ്? ഇന്ന് പിണറായി വിജയൻ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ P ജയരാജൻ്റെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ കേരളത്തിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യപ്പെടേണ്ട കുറേ വിഷയങ്ങളാണ്. അതൊന്നുമല്ല ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ മുന്നിലുള്ളത്. അത് KK രാഗേഷിൻ്റെ പ്രതികരണമാണ്. ഈ പ്രതികരണങ്ങൾ, ഈ മട്ടിലുള്ള ലളിതവൽക്കരണമാണ് രാഷ്ട്രീയം നഷ്ടപ്പെട്ട ഒരു പക്ഷമാണ് ഇടതുപക്ഷം എന്നുള്ള തോന്നൽ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ആളുകളിൽ ഉണ്ടാക്കിയത്. അത് മാറേണ്ട സാഹചര്യമാണുള്ളത്. അതിലാണ് ഈ ചർച്ചകൾ കേന്ദ്രീകരിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൽ മുസ്ലിം ലീഗ് ഒരു കാലത്തും മതപരമായ താല്പര്യങ്ങൾ പറഞ്ഞ് വോട്ട് പിടിച്ചിട്ടുള്ള പാർട്ടി അല്ല എന്ന അഭിപ്രായം എനിക്കില്ല. മുസ്ലിം ലീഗ് പല തെരഞ്ഞെടുപ്പിലും ലീഗിൻ്റെ പ്രവർത്തകർ താഴത്തിൽ പ്രത്യേകിച്ച് ആ നിലയ്ക്ക് മതം ഒരു പ്രചാരണ വിഷയമായി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തെളിവ് സഹിതം നമുക്ക് മുന്നിൽ പലപ്പോഴും വന്നിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആയിട്ട്. അപ്പോൾ അത് ചില പ്രവർത്തകർ അങ്ങനെയൊക്കെ ചെയ്യും. അത് പക്ഷേ അത് ലീഗിൻ്റെ ആകെ സ്വഭാവം ഇതാണ്. അതിനനുസരിച്ച് ആ സമുദായം മൊത്തം വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. എന്താണ് കാരണം? ഈ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പോലും വന്നാൽ, നമ്മളിപ്പോൾ ഇതുവരെ പുറത്തു വന്ന സാമുദായിക കണക്ക് നമ്മൾ പലതവണ ഇവിടെ കണക്ക് കൂട്ടി പറഞ്ഞതാണ്. കണക്ക് നോക്കിയാൽ എന്താണ്? CPIM-ന് ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ, ഈ വലിയ പരാജയം നേടിയ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ട് ചെയ്ത രണ്ടാമത്തെ സാമുദായിക വിഭാഗം ഏതാണ്? അത് മുസ്ലിങ്ങളാണ്. എന്നിട്ടാണ് KK രാഗേഷ് ഈ മണ്ടത്തരം അവിടെ നിന്ന് വിളിച്ചു പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ആ പാർട്ടിക്ക് ഇതുവരെ സംഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നം എങ്കിൽ അത് വീണ്ടും അത് തുടരുകയാണ് KK രാഗേഷിൻ്റെ ഈ പ്രസംഗത്തിലൂടെ എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ചർച്ചകളോ അത്തരം രാഷ്ട്രീയത്തിലേക്ക് കാര്യങ്ങൾ വരികയോ ഒക്കെ വേണം എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ മറ്റൊന്ന്, നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ എല്ലാ ചർച്ചകളും രണ്ട് നേതാക്കന്മാരാണ് ഈ മുഴുവൻ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന നിലയ്ക്ക് അതിനെ പ്ലേസ് ചെയ്യുന്നതിലും പ്രശ്നമുണ്ട്. രണ്ട് നേതാക്കൾക്ക് അപ്പുറത്തും ഈ പ്രശ്നമുണ്ട് എന്നുള്ളതിന് തെളിവാണ് KK രാഗേഷിൻ്റെ ഇന്നത്തെ പ്രസംഗം. കാരണം ആ രാഷ്ട്രീയം നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ വിവേചന ബുദ്ധിയോടെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുന്നതിൻ്റെ ലക്ഷണമാണല്ലോ അത്. അത് ആണ് തീർച്ചയായും പരിഹരിക്കേണ്ടത്.